എന്നാ ഞാനൊരു സത്യം പറയട്ടെ, രേഷ്മയുടെ ഫോണിൽ നസ്ലിനെ ഞാൻ ആ വീഡിയോക്കകത്ത് ഞാനേ ഇത് ആദ്യം തന്നെ ഫസ്റ്റ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് വോയിസ് ചലഞ്ച് ആണ്. അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നത് എന്റെ ഹസ്ബൻഡായ എബ്രഹാമും അതുപോലെ തന്നെ എന്റെ നാത്തു ചിന്നുവാണ്. അപ്പൊ ഞാൻ ഇവർക്കൊരു വോയിസ് കേൾപ്പിക്കും, അത് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ചലഞ്ച്. അപ്പൊ സെലിബ്രിറ്റീസിന്റെ വോയിസ് ആണ് മിക്കവാറും കേൾപ്പിക്കുന്നത്. പിന്നെ യൂട്യൂബേഴ്സും കാണും. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അറിയാവുന്നവര് മാത്രമാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പം ഞാനൊരു വോയിസ് കേൾപ്പിക്കും. ഫസ്റ്റ് കൈ പൊക്കുന്ന ആള് ആൻസർ ചെയ്യും. അതാണ് ചലഞ്ച്. ഓക്കെ, അപ്പം റെഡി? പാസ് ചെയ്യാം. അറിയില്ലെങ്കിൽ പാസ് ചെയ്യാം. ഇതാണ് ചലഞ്ച്. ഞാൻ ആ ചലഞ്ച് കൊണ്ടുവന്നെങ്കിലും ഉത്തരം പറയുന്നത് മൊത്തം എന്റെ കൂടെ ഇരിക്കുന്ന ആ രണ്ടുപേരെ കേട്ടോ. അപ്പൊ നമുക്ക് ഈ ചലഞ്ചിലേക്ക് കടന്നാലോ? റെഡിയാണോ നിങ്ങൾ രണ്ടുപേരും? റെഡി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചലഞ്ചിലേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ വോയിസ് ആണ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. പിന്നെ ഒരു ഇതും കൂടെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഞാൻ കേൾപ്പിക്കും. ഫസ്റ്റ് വോയിസ് കേൾപ്പിക്കുന്ന കൂടെ തന്നെ ആദ്യം കൈ പൊക്കുന്ന ആൾക്ക് പറയാം, അല്ലെങ്കിൽ പാസ് ചെയ്യാം. അങ്ങനെയാണ് പോയിന്റ്സ് വരുന്നത്. എന്നിട്ട് ഇതിന് പാസ് ആവുന്നതിന് നമുക്ക് നോക്കാം. ഞാൻ ഒരിക്കലും ഒരു ആഡ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന ആളല്ല. ഐ നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. ബട്ട് വൺ തിങ് ഐ ഓൾവേസ് ന്യൂ, ഐ റിമെമ്പർ തിങ്കിങ് ഇയേഴ്സ് ബാക്ക്, എന്തെങ്കിലും ഞാനൊരു ആഡ് ചെയ്യുകയാണെങ്കിൽ ഐ വോണ്ട് ടു ഡു എ പ്രകാശ് വർമ്മ ആഡ്. എവിടെ അത് ഞാൻ ഒപ്പിച്ചെടുത്തു. ആരാന്ന് പറയാൻ പറ്റുമോ? സെലിബ്രിറ്റീസിന്റെ കാര്യം പറയുമ്പോ ചച്ചു ചേച്ചി അറിയത്തില്ല. രണ്ടുപേരും സുല്ലിട്ടോ. ഇത് നസ്രിയ ആണ്, അതിനെ വോയിസ് ആണ്. ഈ സൗണ്ട്. ഇനി അടുത്ത ഞാനൊരു ബ്രാൻഡ് ഉള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരു രീതിയിലും ഞാനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ആസ്വദിക്കാറില്ല. കൈ വെക്കാലോ. ഓക്കെ, ഒരു പോയിന്റ്. ഐ ഹാവ് ടു ബി അഞ്ജുവായിട്ട് തന്നെ ഇരിക്കണം അവിടെ എന്നുള്ളതാണ്. ടീച്ചറിന്റെ മുഖം ഞാൻ കാണുന്ന പോലും ഇല്ല. പക്ഷെ എനിക്കിങ്ങനെ ഞാൻ കാണുന്ന എന്താ, പാർവതി. ഓക്കെ, പാർവതി കറക്റ്റ്. രണ്ടുപേർക്കും ഓരോ പോയിന്റ് ആയേ. ഓക്കെ, എന്തുകൊണ്ടാണ് പുതുമുഖ സംവിധായകരെ വെക്കുന്നത്? ഫണ്ടാസ്റ്റിക് അപ്പൊ 3 പോയിന്റ്, 2 പോയിന്റ്. അപ്പൊ ഞാൻ 2 പോയിന്റും ചിന്നുവിന് 1 പോയിന്റ്. ഏതോ ഒരു വെക്കേഷൻ ആദ്യം പ്ലാൻ ചെയ്ത് പുറത്ത് കൊണ്ടുപോകാൻ കുറച്ചൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അപ്പം രണ്ടുപേരും ഈക്വൽ പോയിന്റ് ആയ. കോംപ്ലക്സ് ആണ്. പിന്നെ ദിലീപ് ഏട്ടൻ്റെ ആ 2 സ്ക്രിപ്റ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇസ് ദാറ്റ് ഒരു ക്ലൂ പോലും. ദിലീപ് എന്നൊക്കെ പറഞ്ഞു. ദിലീപേട്ടന്റെ 2 സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോ ഒന്ന് മറ്റേ ടു കൺട്രീസ് മൂവി ഏതാ? മൈ ബോസ്. അപ്പൊ രണ്ടെണ്ണം പറഞ്ഞപ്പോ ദിലീപേട്ടൻ കൂടെ പറഞ്ഞപ്പോ അത് മനസ്സിലായി. അപ്പം 3-2 ആണ് രണ്ടുപേർക്ക് വരുന്നത്. 3 ചിന്നുവിന്, അപ്ജാന് 2. അത് കൊച്ചിന്റെ ചെയിൻ ഇതല്ലേതാ? ഞാൻ വിട്ടുവീഴ്ചയുണ്ടായി. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഈക്വൽ 3-3. ആണെങ്കിലും എനിക്ക് ചെയ്യാം. എവിടെ പോണെങ്കിലും പോവാം. ജസ്റ്റ് ഒരു വേർഡ് ഒന്ന് ജസ്റ്റ് പുട്ടിന്റെ വേർഡ്, ആ സീനേ ഉള്ളൂ. അത് അങ്ങനെ അഭിജാനാണ് ഇപ്പൊ ഫ്രണ്ട് ഇരിക്കുന്നത്. ഇപ്പൊ 4 ആയി. ചിന്നുവിനാണെങ്കിൽ 3. ഇപ്പം കഴിഞ്ഞ ദിവസം അതിന്റെ സ്കൂളില് അഭിജാന ഫസ്റ്റ്.
ആസിഫലി. അപ്പം രണ്ടുപേരും ഈക്വലായി 4-4. മുമ്പേ കുറച്ചും കൂടെ മുമ്പിൽ നിന്നത് അപ്പുചായനായിരുന്നു, അത് മാറി ഇപ്പൊ ചിന്നുവിലേക്ക് മാറി. ഇപ്പൊ ടൈറ്റ് കോമ്പിനേഷൻ. ലാസ്റ്റത്തെ വോയിസ് ആണ് 10 വോയിസ്. രണ്ടുപേർക്ക് 4-4. ലാസ്റ്റ് വൺ അല്ലേ ഇത്? ഇത് ലാസ്റ്റ് വൺ ആണ്. 10 വോയിസ് ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു, അത് ലാസ്റ്റ് വൺ ആണ്. എനിക്കിപ്പോഴും ചെറിയ ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റുകളാണ്. യെസ്, അപ്പൊ ഇത് ഇന്നോട് വന്ന ചിന്നുവാണ്. അപ്പൊ ചിന്നുവിനാണ് ഈ പ്രാവശ്യത്തെ കിട്ടിയിരിക്കുന്നത് വോയിസ് ചലഞ്ചില്. ചിന്നുവിനാണ്. ചിന്നുവിന് അതിനൊരു സമ്മാനം കൊടുത്തു, എന്റെ ഹസ്ബൻഡ് തന്നെ സമ്മാനം കൊടുത്തു. അപ്പൊ നമുക്ക് ഈ ചലഞ്ച് പരിപാടി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇനിയും കുറെ വീഡിയോസ് ഈ ചാനലിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉറപ്പായിട്ട്. അപ്പം എന്റെ ചാനൽ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പം ഓക്കെ, ബൈ ഗൈസ്. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, രേഷ്മയുടെ ഫോണിൽ നസ്ലിനെ ഞാൻ കണ്ടായിരുന്നു. ആ വീഡിയോക്കകത്ത് ഞാനേ ഇത് ആദ്യത്തെ ഫസ്റ്റ്